ഇറങ്ങാൻ പാടില്ല സ്ഥലമാണ്. പക്ഷേ ഇവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, ഇറങ്ങരുത്. കാരണം ഡാമിന്റെ ഏരിയ അല്ലേ, കുഴികളും അതുപോലെ തന്നെ അപകടം നിറഞ്ഞൊരു സ്ഥലമാണ്. കഴിഞ്ഞ കൊല്ലം തന്നെ ഇതേ സെയിം സ്പോട്ടിൽ 2 കുട്ടികൾ വീണ് മരിച്ച സ്ഥലമാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം പ്രൈം കോളേജിൽ നിന്ന് ഒരു 12ഓളം വിദ്യാർത്ഥികൾ ബൈക്കിൽ വന്നതെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ അങ്ങനെ വന്നതിനിടയിൽ ഇവർ ഈ മുട്ടോട്ടം വെള്ളത്തിൽ നിന്ന് കുളിക്കുന്നതിനിടയിലാണ് ഒരാൾ അങ്ങോട്ട് നീന്താനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ ആ പയ്യനാണ് അങ്ങനെ അപകടത്തിൽപ്പെടുകയും ചെയ്തത്. അതിനുശേഷം ഇന്നലെ നമ്മൾ രാത്രി തെരച്ചിൽ നടത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥയും വെളിച്ചക്കുറവും കൊണ്ട് നമ്മൾ നിർത്തിവെക്കുകയാണ് ചെയ്തത്. പിന്നീട് ഇന്ന് രാവിലെ പുനരാരംഭിച്ചു. പാലക്കാട് നിന്നുള്ള സ്കൂബ ടീമും ഫയർഫോഴ്സിന്റെ കഞ്ചിക്കോട് പാലക്കാട് ടീമുകളും എല്ലാം കൂടെ ചേർന്ന് തെരച്ചിൽ നടത്തിയിട്ടാണ് ഇന്ന് രാവിലെ അരമണിക്കൂർ മുമ്പായിട്ട് മൃതദേഹം കണ്ടെത്തിയത്. ഈ നീന്തൽ അറിയാമെങ്കിലും ഇത്തരം സ്ഥലങ്ങളിൽ വലിയ പാടാണല്ലേ? സാധാരണ പ്രാദേശികവാസികളായിട്ടുള്ള ആളുകൾ പോലും, നീന്തൽ അറിയാവുന്ന ആളുകൾ പോലും ഇറങ്ങാൻ മടിക്കുന്ന സ്ഥലത്താണ്. ഈ ചെറിയ പ്രദേശമാണ്, ആഴമില്ലെന്ന് വിചാരിച്ച് നാട്ടുകാർ വന്ന് അബദ്ധത്തിൽ പെട്ടുപോകുന്നതാണ്. പല റെസ്ട്രിക്ഷൻ ബോർഡുകളും ഇവിടെ ഇറങ്ങാൻ പാടില്ല എന്നുള്ള മുൻഗണന ഒക്കെ വെച്ചിട്ടുണ്ട്. ആൾക്കാരെ തടയുമെങ്കിൽ പോലും അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ആൾക്കാർ വന്ന് ഇതിനകത്ത് ഇറങ്ങി അപകടത്തിലേക്ക് പോകുന്നത്.